കാലിഫോർണിയയിൽ കനത്ത അന്ധവിശ്വാസവും വിദ്വേഷവും തലയ്ക്ക് പിടിച്ച രണ്ട് കൗമാരക്കാർ നടത്തിയ ക്രൂരമായ കൂട്ടക്കൊലപാതകം ആഗോളതലത്തിൽ വലിയ നടുക്കമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സാൻ ഡിയേഗോ കൗണ്ടിയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക സാംസ്കാരിക കേന്ദ്രത്തിന് പുറത്തുണ്ടായ അപ്രതീക്ഷിത വെടിവെപ്പിൽ ഒരു സുരക്ഷാ ജീവനക്കാരൻ ഉൾപ്പെടെ 3 നിരപരാധികളാണ് കൊല്ലപ്പെട്ടത്. ഇസ്ലാമിക കലണ്ടറിലെ അതീവ വിശുദ്ധമായ ഒരു കാലയളവിൽ വിശ്വാസികൾ പ്രാർത്ഥനയ്ക്കായി ഒത്തുകൂടിയ സമയത്താണ് ഈ ചോരപ്പുഴ അരങ്ങേറിയത് എന്നത് സംഭവത്തിന്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നു. ആക്രമണത്തിനു ശേഷം പ്രതികളായ 2 കൗമാരക്കാരും സംഭവ സ്ഥലത്ത് നിന്ന് ഏതാനും ബ്ലോക്കുകൾ അകലെ വെച്ച് സ്വയം വെടിവെച്ച് മരിച്ചതായാണ് US സുരക്ഷാ ഏജൻസികൾ സ്ഥിരീകരിക്കുന്നത്. 17-18 വയസ്സുള്ള 2 യുവാക്കളാണ് ഈ കൊടും ക്രൂരതയ്ക്ക് പിന്നിലെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആസൂത്രിതമായി മാരകായുധങ്ങളുമായി പള്ളി പരിസരത്തേക്ക് എത്തിയവർ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിട്ട് വെടിയുതിർക്കുകയായിരുന്നു. പള്ളിക്ക് പുറത്ത് കാവൽ നിന്നിരുന്ന അബ്ദുള്ള എന്ന സുരക്ഷാ ജീവനക്കാരനാണ് ആക്രമികളുടെ ആദ്യ ഇരയായത്. 8 പിഞ്ചുകുട്ടികളുടെ പിതാവായ അദ്ദേഹം സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ആക്രമികളെ തടയാൻ ശ്രമിച്ചതുകൊണ്ട് മാത്രമാണ് പള്ളിക്കുള്ളിലേക്ക് ഭീകരർക്ക് കടക്കാൻ കഴിയാതിരുന്നതെന്ന് സാൻ ഡിയേഗോ പോലീസ് മേധാവി വ്യക്തമാക്കി. അബ്ദുള്ളയുടെ ധീരമായ ഈ ഇടപെടൽ പള്ളിക്കുള്ളിൽ ഉണ്ടായിരുന്ന 100 കണക്കിന് വിശ്വാസികളുടെയും കുട്ടികളുടെയും ജീവൻ രക്ഷിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. മുഹമ്മദ് നാദർ എന്ന അധ്യാപകൻ ഉൾപ്പെടെയുള്ള മറ്റ് 2 ജീവനക്കാരും ഈ ആക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടു. ആക്രമണം നടക്കുന്ന സമയത്ത് ഈ ഇസ്ലാമിക കേന്ദ്രത്തിനുള്ളിൽ നിരവധി കൊച്ചുകുട്ടികൾ പഠിക്കുന്ന വിദ്യാലയവും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. വെടിയൊച്ച കേട്ടതോടെ പള്ളി അധികൃതരും അധ്യാപകരും ചേർന്ന് കുട്ടികളെ അതീവ സുരക്ഷയോടെ കെട്ടിടത്തിന്റെ സുരക്ഷിത താവളങ്ങളിലേക്ക് മാറ്റുകയും പിന്നീട് പോലീസിന്റെ സഹായത്തോടെ സുരക്ഷിതമായി പുറത്തെത്തിക്കുകയും ചെയ്തു. ഡസൻ കണക്കിന് കുട്ടികൾ പരസ്പരം കൈകൾ കോർത്തുപിടിച്ച് വിറച്ചുകൊണ്ട് പള്ളിക്ക് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് അമേരിക്കൻ സമൂഹത്തെ ആകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. വെടിവെപ്പ് നടത്തിയ ശേഷം കാറിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച ആക്രമികൾ പോലീസിന്റെ കടുത്ത ഉപരോധം ഭയന്ന് ഏതാനും കിലോമീറ്ററുകൾക്കപ്പുറം വാഹനം നിർത്തി സ്വയം ജീവനൊടുക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. പ്രതികൾ സഞ്ചരിച്ച വാഹനത്തിനുള്ളിൽ നിന്ന് അമേരിക്കൻ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ പരിശോധനയിൽ ഞെട്ടിക്കുന്ന തെളിവുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇസ്ലാമിനെതിരെയുള്ള കടുത്ത വിദ്വേഷം നിറഞ്ഞ എഴുത്തുകൾ, പ്രകോപനപരമായ ലഘുലേഖകൾ, കൂടാതെ പ്രതികൾ എഴുതിവെച്ച ആത്മഹത്യാ കുറിപ്പ് എന്നിവ വാഹനത്തിൽ നിന്ന് കണ്ടെടുത്തു. ലഭിച്ച തെളിവുകളുടെയും സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഈ ക്രൂരതയെ ഒരു വിദ്വേഷ കുറ്റകൃത്യമായി തന്നെയാണ് പോലീസ് നിലവിൽ അന്വേഷിക്കുന്നത്. മുസ്ലിം ജനവിഭാഗത്തോടുള്ള അന്ധമായ വിദ്വേഷമാണ് ഈ കൗമാരക്കാരെ ഇത്രയും വലിയൊരു കൂട്ടക്കൊലയ്ക്ക് പ്രേരിപ്പിച്ചതെന്നാണ് വ്യക്തമാക്കുന്നത്. അമേരിക്കയിൽ സമീപകാലത്തായി വർദ്ധിച്ചു വരുന്ന ഇസ്ലാമോഫോബിയയുടെയും വംശീയ അധിക്ഷേപങ്ങളുടെയും ഏറ്റവും ഭയാനകമായ പ്രതിഫലനമാണ് ഈ ദുരന്തമെന്ന് കൗൺസിൽ ഓഫ് അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസ് ചൂണ്ടിക്കാണിക്കുന്നു. ആക്രമണം നടക്കുന്നതിന് 2 മണിക്കൂർ മുൻപ് തന്നെ ആക്രമികളിൽ ഒരാളായ കൗമാരക്കാരന്റെ മാതാവ് പോലീസിനെ വിളിച്ച് തന്റെ മകനെ കാണാനില്ലെന്ന വിവരം അറിയിച്ചിരുന്നു. അവൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നും വീട്ടിലുണ്ടായിരുന്ന മാരകമായ തോക്കുകളും കാറുമായാണ് അവൻ പോയിരിക്കുന്നതെന്നും മാതാവ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ പോലീസ് ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഊർജിതമാക്കുന്നതിന് മുൻപ് തന്നെ കൗമാരക്കാർ തങ്ങളുടെ വിനാശകരമായ ദൗത്യം പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസം എന്നിവർ സംഭവത്തെക്കുറിച്ച് അടിയന്തരമായി ബ്രീഫിംഗ് തേടുകയും പള്ളിക്ക് നേരെ ഉണ്ടായ ആക്രമണം അതീവ ദാരുണമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത്തരം വിദ്വേഷ കുറ്റകൃത്യങ്ങളെ രാജ്യം ശക്തമായി നേരിടുമെന്ന് പ്രഖ്യാപിച്ച പ്രസിഡന്റ് FBI പ്രത്യേക അന്വേഷണ സംഘത്തിന് കേസിന്റെ പൂർണ്ണ ചുമതല കൈമാറിയിട്ടുണ്ട്. സാൻ ഡിയേഗോ മേയർ ടോഡ് ഗ്ലോറിയയും മുസ്ലിം സമൂഹത്തിന് പൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തി. ഈ ഭീകരമായ വെടിവെപ്പിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയിലെ വിവിധ നഗരങ്ങളിലുള്ള പ്രധാന മസ്ജിദുകളിലെല്ലാം സുരക്ഷ വൻതോതിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ന്യൂയോർക്ക് ഉൾപ്പെടെയുള്ള മെട്രോപൊളിറ്റൻ നഗരങ്ങളിലെ പള്ളികൾക്ക് മുന്നിൽ കൂടുതൽ പോലീസിനെ വിന്യസിക്കാൻ സുരക്ഷാ മന്ത്രാലയം ഉത്തരവിട്ടു. ആരാധനാലയങ്ങൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം ആക്രമണങ്ങൾ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ ആത്മവിശ്വാസത്തെയും സുരക്ഷിതത്വ ബോധത്തെയും വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. പള്ളിയുടെ ഡയറക്ടറായ ഇമാം താഹ ഹസൻ ഈ ആക്രമണത്തെ കടുത്ത ഭാഷയിലാണ് അപലപിച്ചത്.
തങ്ങളുടെ കേന്ദ്രം കേവലം ഒരു പ്രാർത്ഥനാലയം മാത്രമല്ലെന്നും എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്കും വന്ന് പഠിക്കാനും ഒന്നിച്ചിരിക്കാനുമുള്ള ഒരു സാംസ്കാരിക കേന്ദ്രമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആക്രമണം നടക്കുന്നതിന് തൊട്ടു മുൻപ് വരെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ള ഇതര മതസ്ഥരായ ഒരു സംഘം ആളുകൾ പള്ളി സന്ദർശിച്ച് മടങ്ങിയിരുന്നു എന്നതും അദ്ദേഹം വെളിപ്പെടുത്തി. അമേരിക്കയിൽ തോക്ക് സംസ്കാരവും കൗമാരക്കാർക്കിടയിൽ പടരുന്ന ഓൺലൈൻ വിദ്വേഷ പ്രചാരണങ്ങളും എത്രത്തോളം വിനാശകരമായാണ് ബാധിക്കുന്നത് എന്നതിന്റെ മറ്റൊരു തെളിവാണ് ഈ സംഭവം. സോഷ്യൽ മീഡിയയിലൂടെയും ചില തീവ്രവാദ ഗ്രൂപ്പുകളിലൂടെയും പ്രചരിക്കുന്ന ഇസ്ലാമോഫോബിക് ആശയങ്ങൾ കൗമാരക്കാരുടെ മനസ്സിനെ വിഷലിപ്തമാക്കുകയാണ്. ഇത്തരമൊരു ദുരന്തം തങ്ങളുടെ സമാധാനപൂർണമായ നഗരത്തിൽ ഉണ്ടായത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നാണ് സാന്റിയാഗോയിലെ പ്രാദേശിക നിവാസികൾ പറയുന്നത്. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളെയും പള്ളിയിലെ വിദ്യാർത്ഥികളെയും ഈ ട്രോമയിൽ നിന്ന് മുക്തമാക്കാനായി കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള സഹായങ്ങൾ അധികൃതർ ലഭ്യമാക്കും. പള്ളിക്ക് സമീപമുള്ള ഒരു ചർച്ച് കേന്ദ്രീകരിച്ചാണ് നിലവിൽ കുട്ടികളെ മാതാപിതാക്കൾക്ക് കൈമാറാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. മതസൗഹാർദ്ദത്തിന്റെ വലിയൊരു മാതൃകയാണ് ദുരന്തമുഖത്ത് വിവിധ കമ്മ്യൂണിറ്റികൾ ഒന്നിച്ചു നിൽക്കുന്നതിലൂടെ കാണാൻ കഴിഞ്ഞത്. FBI ഡയറക്ടർ കാഷ് പട്ടേലിന്റെ നേതൃത്വത്തിലുള്ള മേൽനോട്ടത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. പ്രതികൾക്ക് മറ്റ് അന്താരാഷ്ട്ര വിദ്വേഷ ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ടോ എന്നും ഈ ആക്രമണത്തിന് പിന്നിൽ മറ്റാരെങ്കിലും പ്രേരണ നൽകിയിട്ടുണ്ടോ എന്നും കണ്ടെത്താനായാണ് FBI പരിശ്രമിക്കുന്നത്. വരും ദിവസങ്ങളിൽ പ്രതികളുടെ ഡിജിറ്റൽ ഉപകരണങ്ങളും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും പരിശോധിക്കുന്നതോടെ കൂടുതൽ നിർണായക വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.